എടാ ഷിൻജാൻ നിന്നോട് ഞാൻ പറഞ്ഞു അത്രയും നേരം അവിടെ കളിക്കണ്ടാണെന്ന്. ഒറ്റോട് ആ ബീച്ചിൽ കുറേ നേരം നിന്നത്. ഇപ്പം നമ്മുടെ സന്ധ്യ ആയിട്ട് മതി എപ്പോഴാ വീട്ടിലെത്തുക. ഫെങ്കി ബൈ ഞാനിപ്പോൾ ഫെങ്കി ബൈയുടെ കുറേ വീഡിയോ ഫോട്ടോ കൊടുത്തിരുന്നില്ലേ? നീ പറഞ്ഞത് മതി, വീട് എത്തിക്കുന്നു. നീ ഇങ്ങനെ പറയൊന്നും വേണ്ട, മിണ്ടായിരിക്കും. സോ ഹലോ ഗൈസ്, മറ്റൊരു ഇന്നത്തെ ചോദിച്ചാൽ ഇന്ന് നമ്മളാണ് നമ്മളെ ഷിൻജാനുമായിട്ട് ഒന്ന് ജസ്റ്റ് ബീച്ചിൽ ഒന്ന് പോയി കറങ്ങിയിരുന്നു ഗൈസ്. അപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നല്ല വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങിലേക്ക് അടിച്ചെടുക്കുക. അപ്പോൾ നേരത്തിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ വീട് എത്തിയെന്നുള്ളത് നമുക്കിനി ഇറങ്ങിയാൽ ഷിൻജാൻ നീ ഇറങ്ങടാ. ഓക്കെ ഫീബി. ഓക്കെ ഷിൻജാൻ നീ എന്തായാലും പെട്ടെന്ന് പോയി നീ കിടന്നോ ഗാ ഷിൻജാനെ, നാളെ രാവിലെ സ്കൂൾ കോളൊക്കെ കേട്ടോ. ഓക്കെ ഫെങ്കി നീ എന്തെങ്കിലും പെട്ടെന്ന് പോയി കിടന്നോളാം. വെയിറ്റ് എടാ ഷിൻജാൻ നീ എന്തെങ്കിലും ശബ്ദം കേട്ടോടാ. ശബ്ദം ഫെങ്കി ബൈ എന്തൊക്കെ പറയുന്നു ഫെങ്കി ബൈ? വേറെ നമുക്ക് തന്നെ മോൾക്ക് പോയിക്കുക. ഓക്കെ ഫെങ്കി ബൈ നമുക്ക് മോൾക്ക് പോയേക്കാം. അവിടെ ഷിൻജാൻ കള്ളിൽ നിൽക്കണേ, നമ്മളെ പൈസ കൊടുക്കണ നോക്ക്. നമ്മളെ കാണുന്ന തോന്നി വേണ്ട, നമുക്ക് എത്ര താഴ്ത്തി പോയി നിൽക്കാം. ഷിൻജാന് ഞാൻ എന്തായാലും പോയി അയാൾ തലമ്മക്കൊരു മേറ്റം കൊടുത്തു വരാം. നീ എന്തായാലും ഇവിടെ നിൽക്കുക. ചിലപ്പോൾ അനക്കല് ഞാൻ എന്തെങ്കിലും ചെയ്താലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിൽക്കട്ടെ. എന്തായാലും നമുക്ക് ഇവിടെ തലക്കൊരു മേറ്റം കൊടുക്കുക. എന്നാ പിടിച്ചോ. ഓക്കെ ഗൈസ്, അയാളുടെ ബോളം പോയിട്ട് തോന്നുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക ഗൈസ്. ഇവിടെ ഗൈസ് നമുക്ക് നേരെ വണ്ടി എടുത്ത് പോവാ ഗൈസ്. അവിടെ ഷിൻജാൻ നീ കയറിയില്ലേ? ഓക്കെ ഫെങ്കി ഞാൻ കയറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ആ കള്ളനും ഡിക്കി കയറ്റിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ ചിങ്കസാറ് പിന്നെ ഇവനക്ക് കാണിച്ചു കൊടുക്കുക ഗൈസ്. ഇവന് വല്ല ഓക്കെ ഗൈസ്, നമ്മളെ പോലീസ് സ്റ്റേഷനിൽ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി ഇവിടെ കയറ്റി നിർത്താം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു പോലീസിനെ പോലും കാണാറില്ലല്ലോ ഗൈസ്. എന്താണാവോ ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടെ വണ്ടി ജസ്റ്റ് പാർക്ക് ചെയ്യാം. ചിങ്കസാറ് എന്താ ഇവിടെ ആരും കാണാമെന്നില്ല. ഇവിടെ ആരും നിൽക്കണ്ട് അവിടെയൊക്കെ ഇവിടുന്ന് പോയി. ഇവിടെ വലിയ ഏതോ ഒരു ജയിൽ പുള്ളി വെറുതെ ചാടിപ്പോയി എന്ന് പറയുന്നത്. ഓരെ പിടിക്കാൻ വേണ്ടിയാണ് ഇത്രയും ആൾക്കാർ. അതെന്താ ഇത്രയും ആൾക്കാരൊക്കെ ആവശ്യമുണ്ടോ? അതോളൊക്കെ വലിയ ആളാണ്. ആളെ പിടിക്കാൻ ആരെ കൊണ്ട് സാധിച്ചില്ല, അതുകൊണ്ടാണ്. ഓക്കെ വെയിറ്റ് എനിക്കൊരു ഊഹം തോന്നാണ് ചിങ്കസാറെ. നിൽക്കണ്ട എന്താണ് ഊഹം? എൻ്റെ വണ്ടിയിൽ ഡിക്കി ഒരു കള്ളാണ്. അത് ആ കള്ളാ നോക്കോ? പിന്നെ നോക്കല്ലോ. ചിങ്കസാർ ഇതാണ് ആ കള്ളന്. ഈയുടെ ഫ്ലാഗില് ഇയാളല്ല ശരിക്കുള്ള ആള്. പിന്നെ ഇതാണ് ചിങ്കസാറെ. ഇതൊക്കെ അയാൾ ഗ്യാങ്ങിലെ ആൾക്കാരടാക്കണ്ട. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? ഹെൽപ്പോ? എന്താ ചിങ്കസാറെ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. ഓക്കെ നീ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നീ ഈ കള്ളന്റെ ഗ്യാങ് ലീഡറിനെ കണ്ടുപിടിക്കോ. നീ വലിയ പോലീസല്ലേ, നീ കണ്ടുപിടിക്ക്. നിന്നെ കൂടി സാധിക്കും. ഓക്കെ ചിങ്കസാറെ. ഷിൻജാൻ നീ കേട്ടില്ലടാ നമ്മള് ചിങ്കസാറ് പറഞ്ഞതൊക്കെ? ഞാൻ കേട്ടു. നമുക്ക് അതിനുള്ള ആ കല്ലിൽ എൻ്റെ പിടിക്കലും ഫെങ്കി ബൈ. എടാ ഷിൻജാൻ അതെങ്ങനെ കഴിയും നമ്മളെ കൊണ്ട്? ഞാൻ ഒരു ആവേശത്തിലാണ് ഞാൻ പറന്നും പോയി. ഫെങ്കി ബൈ നമ്മൾ പോലീസല്ലേ? അത് ശരിയാണ്. എന്തായാലും നമുക്ക് എന്തായാലും പ്ലാൻ ഇടുക. ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ. എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് അറിയില്ലല്ലോ. എന്തായാലും ഞാൻ ഓക്കെ ഷിൻജാൻ അപ്പോൾ വീട് എത്തിയത്. ഞാൻ എന്തായാലും കുറച്ച് ആരും ഡിസ്റ്റർബ് ചെയ്യൊന്നും ചെയ്യില്ല. ഞാൻ എന്തായാലും ആലോചിക്കട്ടെ. എന്താ വെച്ചാൽ ചെയ്തോ. ഓക്കെ ഫെങ്കി ബൈ എനിക്ക് ഷിൻജാനെ. അയ്യോ സമയമായോ? ഷിൻജാൻ ഞാൻ ഇന്നലെ ആണെങ്കിൽ ആലോചിച്ച് ഉറങ്ങിപ്പോയടാ. ടോണി ഫെങ്കി ബൈ ഉറങ്ങിപ്പോകുന്നു. ഷിൻജാന്റെ മൊബൈലിൽ ആര് വിളിക്കും? ഞാൻ ഒന്ന് പോയി നോക്കി നോക്കട്ടെ. ഹലോ, ആരാണ്? ഇത് പോലീസ് ബോസ്മാനോ വിളിക്കുന്നത്? ഫ്രാങ്ക്ലിൻ പോലീസ് അല്ലേ? അതെ ഞാൻ തന്നെയാണ്. എന്താണ്? ജയിൽ പുള്ളി ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെ ഷിൻജാൻ, നമ്മൾ ആ ഗ്യാങ്ങിൽ നിന്ന് ഒരാളെ കണ്ടുപിടിച്ചിട്ടെന്താ പറയുന്നത്? ഞാൻ എന്തായാലും അങ്ങോട്ട് പോയോക്കെ. നീ ഇവിടെ നിൽക്കട്ടോ. ഫെങ്കി ഞാനും വരട്ടെ? വേണ്ടല്ലോ ഷിൻജാൻ, നീ വന്നത് പ്രശ്നമാണ്. ഞാൻ പോകാതെ. ഓക്കെ, നമ്മൾ ഷിൻജാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് കാണാൻ നേരെ നമുക്ക് നമ്മളെ ആ കള്ളനും പോയി നോക്കി നോക്കാം ഗൈസ്. അതിൻ്റെ ലീഡറിന് എന്ത് തൊഴിലെ കുറിച്ച് നമുക്ക് പിടിക്കണം ഗൈസ്. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാ ഗൈസ്. ഷിൻജാൻ എന്താ കൊണ്ടുവന്ന് വെച്ചാൽ ഷിൻജാൻ വലിയ പ്രശ്നമൊക്കെ ആവും ഗൈസ്. അതുകൊണ്ടാ അങ്ങനെ ഫെങ്കി ബൈ പോയി. ഞാനിപ്പോൾ എന്ത് ചെയ്യും? എനിക്കെന്നെ കൂലി വരുന്നില്ല. ഞാൻ എന്തായാലും കോലൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കട്ടെ. ഹലോ ഷിൻജാൻ സാറല്ലേ? അതെ ഷിൻജാൻ സാറേ, എന്താണ് പറയൂ. ഷിൻജാൻ സാറേ ആ ഗ്യാങ്ങിട്ട് ആ ലീഡറിനെ പിടിച്ചു പെട്ടെന്ന് രക്ഷയ്ക്ക്. ആനൊന്ന് പെട്ടെന്ന് ലൊക്കേഷൻ പറയാം, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, ഞാൻ ഇപ്പോൾ തന്നെ ലൊക്കേഷൻ വിടാം. ഓക്കെ, അങ്ങനെ എനിക്ക് വരാനുള്ള സമയമായിരിക്കും. ഇനി ഈ ഷിൻജാനാണ് എന്നെ കാണിച്ചു തരാം. ഞാൻ എൻ്റെ പോലീസ് ജീപ്പ് എടുക്കട്ടെ. എൻ്റെ വണ്ടി കിട്ടുന്നുണ്ട്. ഇനി എന്തായാലും ആ ലൊക്കേഷൻ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ പോയി നോക്കട്ടെ. എന്നിട്ട് ഫെങ്കി ബൈയുടെ മുമ്പിൽ കുറച്ച് ജാട കാണിച്ചണം. എന്നിട്ട് പ്രമോഷൻ വാങ്ങണം. എന്തൊക്കെ ചെയ്യാണ്ട് പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോട്ടെ.
ഓക്കെ അങ്ങനെ ലൊക്കേഷൻ വിധം വെച്ചാൽ ഇവിടെ ആയിട്ടാണ് പറഞ്ഞത്. ഓ ഇവിടെയാണോ? ഓക്കെ നമുക്കെന്നാൽ ഈ വീട്ടിൻ്റെ അകത്താണ് തോന്നുന്നത് ഗൈസ്. നമുക്കെന്നാൽ അങ്ങോട്ട് കയറി നോക്കാം. അയാൾ രക്ഷിക്കണ എന്ത് വില കൊടുത്തു രക്ഷിക്കണ അയാളെ. അങ്ങനെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഈ റൂമിൽ ഒന്ന് കയറി നോക്കട്ടെ. അകത്തേക്ക് കയറി അയാൾ എന്ത് വില കൊടുത്ത് രക്ഷിക്കണം. എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി നോക്കി നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. ആൾക്കാരൊക്കെ എല്ലാം തൂക്കിയിട്ടിരിക്കണത് എന്തൊക്കെയാണ് ഇവിടെ കണ്ടിട്ട് തന്നെ പേടിയാവുണ്ടല്ലോ. ഹോ 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 അങ്ങനെ ചെറുക്കം വന്നു എന്നാ തോന്നുന്നത്. ഇനി എൻ്റെ വിളയാട്ടമാണ്. എൻ്റെ വിളയാട്ടം. എൻ്റെ ഗ്യാങ്ങിത്തെ 2 മെമ്പറിനെ പിടിച്ചു കൊടുത്ത് നടന്നി. നിനക്കുള്ള പണി വരാൻ പോകുന്നതാവറാച്ച. നിനക്കുള്ള പണി എടാ ചെറുക്ക, നിന്റെ അവസാനമാണെന്നടാ. ഇന്നാ പിടിച്ചോ. അയ്യോ ഹോ ഹോ ഹോ. ഓ ചെക്കൻ അങ്ങനെ വീണിട്ടുണ്ട്. ഇനി എന്തായാലും ഇവിടെ മാറ്റാം. ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഞാനാ പോയി ആ ജെയിൻസ് കൊടുത്തിട്ട് വരട്ടെ. ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ആ ജെയിൻസ് കൊടുത്ത് ഞാൻ കരിഞ്ഞ് തുണ്ടമാക്കാം. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ആ മെമ്പറിനെയും പിടിച്ചിട്ടുണ്ട് ഗായ്സ്. എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ നമ്മൾ ഷിൻജാൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ ഗായ്സ്. നമുക്ക് നോക്കി നോക്കട്ടെ ഗായ്സ്. നമ്മൾ ഷിൻജാൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇവിടെ നിർത്തി നോക്കട്ടെ. ഓക്കെ നമുക്ക് നോക്കിയോട്ടെ. ഓക്കെ നമ്മുടെ ഷിൻജാൻ്റെ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ വിട്ടിരിക്കുന്നത് എന്താവും ഗൈസ്. നമുക്കെന്തായാലും എന്ത് ചെയ്യണം ഗൈസ്. എന്തോ പറ്റിയിട്ടുണ്ടോ എനിക്ക്. ഓക്കെ ഗൈസ് നമ്മുടെ ഷിൻജാൻ്റെ മേത്ത് ഞാൻ ഒരു വാച്ചിലൊരു GPS കണക്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ലൊക്കേഷനൊക്കെ പോകണ ലൊക്കേഷനൊക്കെ അറിയാൻ വേണമെങ്കിൽ നമുക്കത് നോക്കിയോ ഗൈസ്. നമുക്കത് നോക്കട്ടെ. ഓക്കെ ഗൈസ് ഗൈസ് നമുക്കതിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഞാൻ എന്ത് വില എടുത്താൽ കാണുന്ന പിടിക്കണം. അവൻ മുകളിലാ തോന്നി. നമുക്കല്ലേ പോയോട്ടെ. ഓടോ നീച്ചു വന്നല്ലോ. നിനക്ക് കാണിച്ചു തരാടാ. അയ്യോ ഇനി എന്ത് ചെയ്യൂ? എനിക്ക് നിന്റെ കുസ്തിക്കാരാ തന്നെ എടുക്കണം. ചേടാ ഇന്നാ പിടിച്ചോടാ. അയ്യോ അയ്യേ ഇവൻ ഇത്രയും ശക്തിയല്ലേ. ഇതാണ് ഇവനെ പഠിച്ച് കയറ്റിയിട്ട് ഇവിടെ. ഇതിന് വലിയ പ്രമോഷനൊക്കെ കുത്തിനെ ഞാൻ. ഓക്കെ നമ്മള് ഷിൻജാനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്മളെ ഷിൻജ ഉള്ളത് ഗൈസ്. എന്നാലും നമുക്ക് അങ്ങോട്ട് വണ്ടി നിർത്താം ഗൈസ്. ഓക്കെ നമ്മള് ഷിൻജാന്റെ വണ്ടിയല്ല അവിടെ നിൽക്കുന്നത്. ഷിൻജാന്റെ വണ്ടി തന്നെ തോന്നുന്നു ഗൈസ്. നമുക്ക് അവിടെ വണ്ടി നിർത്തിയാൽ നേരെ അതിൻ്റെ ഉള്ളിൽ കയറി. ഇത് വീട് ഗൈസ്. നമുക്ക് നമ്മള് ഷിൻജാന്റെ അടുത്തേക്ക് പോവാം ഗൈസ്. ഓക്കെ ഒയ്യോടാ ഷിൻജാനെ ഇതെന്ത് പറയുവായും? അത് ഷിൻജാൻ നീയാണ് ഇവിടെ അടിച്ചത്. പിന്നെ എൻ്റെ ഫേങ്ങിമേ ഞാൻ തന്നെയല്ലേ ഇവിടെ അടിച്ചിട്ടത്. എടാ ഷിൻജാന് നീ ഒരു കില്ലാടി തന്നെ എന്നെ സമ്മതിച്ചിരിക്കണു. നിനക്ക് ഇനി ഇതിന് പ്രമോഷനൊക്കെ കിട്ടും കേട്ടോ. അവനെ ഫേങ്ങിപ്പേ എനിക്കൊന്ന് അടിച്ച് പൊളിക്കണം. ഓക്കെ എടാ ഷിൻജാനെ. ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഷിൻജാനാണെങ്കിൽ ആ കളർ പപ്പടം അടിച്ച് കഴിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത ലക്കിൽ ഞാൻ വിളിക്കും. എല്ലാവർക്കും ബൈ ബൈ.